ഹായ് ഡിയേഴ്സ്, അധികം മസാലകളൊന്നുമില്ലാത്ത നല്ലൊരു ടേസ്റ്റി ആൻഡ് ഈസി കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സവാള കൊത്തിയരിഞ്ഞത്, ബോയിൽ ചെയ്ത പൊട്ടേറ്റോ. ഞാൻ ഫിഷ് വെച്ചിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്യൂണ ഫിഷ് നല്ല പുഴുങ്ങി ഉടച്ചെടുത്തത്, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഹാഫ് ലെമൺ, കറിവേപ്പില. പൊടിയായിട്ട് ഞാനിവിടെ ആകെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെപ്പർ പൊടി മാത്രമാണ്. വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത നല്ല സവാള വഴന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലൊക്കെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് ആവശ്യത്തിന് എരിവനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മീൻ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഹാഫ് ലെമൺ നല്ല ഇതിലോട്ട് പിഴിഞ്ഞ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് സെറ്റായി. ഇതിലോട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടേറ്റോ കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല സെറ്റായിട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് നല്ല പൊടിച്ചെടുക്കുക. പിന്നെ ഒരു മുട്ട നല്ല കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു സർക്കിൾ രൂപത്തിലാക്കിയിട്ട് മുട്ടയിലും പിന്നെ ബ്രെഡിലും ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. നല്ല ചൂടുള്ള എണ്ണയിൽ കട്ട്ലേറ്റ് രണ്ട് സൈഡും നല്ല പൊരിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അധികം മസാലകളൊന്നും ഇല്ലാത്തത് കാരണം നല്ല ടേസ്റ്റി ആൻഡ് ഈസിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി കട്ട്ലേറ്റ്.